കേരള NGO യൂണിയൻ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. ഭിന്നശേഷി ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. സൂപ്പർ ന്യൂമററിയായി ജോലി ചെയ്യുന്ന ഭിന്നശേഷിക്കാരുടെ തസ്തിക ക്രമീകരണം പൂർത്തിയാക്കുക, സർക്കാർ ഓഫീസുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുക, ഭിന്നശേഷി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് അഡ്വാൻസ് അനുവദിക്കുക, സ്ഥലം മാറ്റ മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി P. സുരേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PC ശ്രീകുമാർ, B. സന്തോഷ്, ജില്ലാ സെക്രട്ടറി C. സിലീഷ്, ജോയിന്റ് സെക്രട്ടറി TK മധുപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രത്യേക അവകാശങ്ങൾ അംഗീകരിച്ച് അവർ സമൂഹത്തിൽ അന്തസ്സോടെ നെഞ്ചുയർത്തി നിൽക്കാൻ കഴിയുന്ന അഭിമാനബോധമുള്ളവരാക്കി മാറ്റുക എന്ന മനുഷ്യത്വപരമായ മാനവികമായ നിലപാടുണ്ടല്ലോ, അത് ഏറ്റവും ശക്തമായി ഉന്നയിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ. ആ ഇടതുപക്ഷ നിലപാടിന്റെ ഭാഗം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ, സമൂഹം, ആ സമൂഹം മാറ്റി നിർത്തപ്പെടേണ്ടതല്ല എന്ന നിലപാട്. അതൊരു വലതുപക്ഷ നിലപാട് വരുമോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും വന്നിട്ടില്ല. ഇൻക്ലൂസീവ് ഗ്രോത്ത്, എല്ലാവരെയും ഉൾച്ചേർക്കുന്ന വികസനം. ആ ഉൾച്ചേർക്കുന്ന വികസനം എന്ന് പറയുന്നതിനകത്ത് എല്ലാ തരം ആളുകളും കടന്നു വരണമെന്ന നിലപാട്. അങ്ങനെ വരുമ്പോഴാണ് ഭിന്നശേഷിക്ക് വേണ്ടി, ആ വിഭാഗം ആളുകൾക്ക് വേണ്ടി വലിയ പദ്ധതികൾ സ്വപ്നം കാണപ്പെടുന്നത്. ആ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ അവര് ജനിക്കുന്ന സമയം മുതൽ അവർക്ക് എല്ലാ പരിഗണനയും വേണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരു ഭരണകൂടം, ആ ഒരു സാമൂഹ്യനീതി വകുപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അനുയാത്ര പോലുള്ള വലിയ പരിപാടികൾ വരുന്നത് പ്രതിരോധം മാത്രമല്ല, സുരക്ഷയും ഉണ്ടാവണം, ജീവിത സുരക്ഷ ഉണ്ടാവണം. അവർക്കൊരു വലിയ പ്രതിരോധം ഉണ്ടായി കൊടുക്കണം. അങ്ങനെ പ്രതിരോധത്തിൻ്റെയും സുരക്ഷയുടെയും മാർഗങ്ങൾ നിയമപരമായി ഉണ്ടാക്കിയെടുത്ത് വലിയ ഇൻസുലേഷൻ, വലിയ തരത്തിലുള്ള ഒരു കവചം ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ സുരക്ഷിതത്വം കിട്ടും, നിങ്ങൾക്ക് ഇവിടെ അഭിമാനത്തോടെ ജീവിക്കാം. ഒരു പരിമിതികളുമില്ലാതെ, യാതൊരു പ്രയാസങ്ങളുമില്ലാതെ സാധാരണ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു കാലം ഇവിടെ ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയുന്നൊരു ഭരണകൂടം കണ്ണ് തുറന്ന് ഇവിടെ ശക്തമായി ഇടപെടുന്നുണ്ട്.